2 മന്ത്രങ്ങൾ നിങ്ങളെപ്പോഴും കൊണ്ടു നടന്നോളാം. ഗീതയിലെ 15-ാം അധ്യായത്തിലെ ഈ ശ്ലോകം എപ്പോഴും ഓർത്തു വയ്ക്കാം. വിഷമങ്ങൾ വരുമ്പോഴും, വേദനകൾ വരുമ്പോഴും, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും ഈ ഒരു ബോധം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. 11-ാം സ്കന്ധം ഉദ്ധവരോട് കൃഷ്ണൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് അവിടെ 11-ാം സ്കന്ധം 16-ാം അധ്യായം 35-ാം ശ്ലോകം അവിടെ തുടങ്ങുന്നതിനെ ബ്രഹ്മണ്യാനാം ബലിരഹം എന്നാണ്. ബ്രഹ്മണ്യാനാം ബലിരഹം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണരിൽ ഞാൻ ബലിയ ശ്രേഷ്ഠ, ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ എമംഗ് ദ ബ്രാഹ്മണാസ് ഐ ആം ബലി എന്നാണ്. അപ്പം ബ്രാഹ്മണരിൽ വെച്ച് ഞാൻ മഹാബലിയാകുന്നു എന്ന് പറഞ്ഞാൽ മഹാബലി എവിടെയാണ് ബ്രാഹ്മണനായിട്ടുള്ളത്? അപ്പൊ ഭഗവാൻ ബ്രാഹ്മണരിൽ പെടുത്തിയിരിക്കുന്ന ആരെയാണ്? മഹാബലിയാണ്. എന്തുകൊണ്ട്? ഒരു കൃത്യനിഷ്ഠയോടെ തൻ്റെ ജീവിതം ശ്രേയസ്കരമാക്കി മാറ്റിയ മഹാബലിയെ ഭഗവാൻ ആരുടെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്? അപ്പം നോക്കൂ, ഇവിടെ ഏത് ജാതീയതയെക്കുറിച്ചാണ് പറയുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ കൃത്യനിഷ്ഠ അനുഷ്ഠിച്ച് മനസ്സിനെ ശ്രേയസ്കരമാക്കുന്നവരൊക്കെ ഭഗവാന്റെ ലിസ്റ്റ് പ്രകാരം ആരായിത്തീരും? ബ്രാഹ്മണരായിത്തീരും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ബാഹ്യമായ ജാതീയതയെക്കുറിച്ചല്ല നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു തരുന്നത്. മാനസികമായ അഭ്യുന്നതിയെക്കുറിച്ചാണ്. കാരണം നമ്മളാരും, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊള്ളണേ. 2 മന്ത്രങ്ങൾ നിങ്ങളെപ്പോഴും കൊണ്ടു നടന്നോളാം. നിങ്ങളാരാണ് എന്ന് നിങ്ങളെപ്പോഴും നിങ്ങളോട് ചോദിച്ചോളണം. നിങ്ങളാരാണ്? ഉടനെ ഉത്തരം പറയണം, തത്വമസി അഹം തത്. ഞാൻ അനന്തബോധത്തിൻ്റെ ഒരു അംശമാണ്. ഗീതയിലെ 15-ാം അധ്യായത്തിലെ ഈ ശ്ലോകം എപ്പോഴും ഓർത്തു വയ്ക്കുക. ഹൂവാമായി, ഞാൻ ആരാണ്? ഈ കാര്യം നമ്മളെപ്പോഴും ഉറപ്പിച്ചു വയ്ക്കുക. വിഷമങ്ങൾ വരുമ്പോഴും, വേദനകൾ വരുമ്പോഴും, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ ആരാണ്, ഹൂവാമായി എന്നതിൻ്റെ ഉത്തരം നമ്മളിൽ ഉറപ്പിച്ചു വെക്കേണ്ടത് ഗീതയിൽ 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും. 7-ാമത് ശ്ലോകത്തിൽ മമൈവ അംശോ ജീവലോകേ, 7ആണോ 8ആണോ? 7 മമൈവ അംശോ ജീവലോകേ. ഞാൻ ആരാണ്? ഞാൻ ഭഗവാന്റെ ആരാണ്? അംശമാണ്. ഭഗവാന്റെ അംശമാണ്. ആരാണ്? അനന്തബോധമായ ഭഗവാന്റെ അംശമാണ്. എപ്പോഴും ആ ബോധം വേണം. തത് ത്വം അസി, ആ അനന്തബോധമാകുന്ന തത് അതിൻ്റെ ഒരു അംശമാണ്. ഈ അംശമായ എൻ്റെ ജോലി എന്താണ്? എൻ്റെ ജോലി? ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരലാണ്, എത്തിച്ചേരലാണ്. എന്നെ ഞാൻ ആർക്ക് സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. ഇതാണ് എൻ്റെ ജീവിതം. അവസാനം ആരായിത്തീരണം? അഹം ബ്രഹ്മാസ്മി. ആരായിത്തീരണം? അഹം ബ്രഹ്മാസ്മി. ഈ ഒരു ബോധം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല, ആണുമല്ല. ഇതൊക്കെ വ്യവഹാരത്തിലാണ്. വ്യവഹാരത്തിൽ ഇതൊക്കെ നടന്നോട്ടെ. ഇപ്പം കഥാപാത്രങ്ങൾ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പല റോളുകൾ അഭിനയിക്കും, അല്ലേ? ഉണ്ടോ? ഒന്നും മിണ്ടാത്ത നിങ്ങൾ. റോളുകൾ അഭിനയിക്കും. ആ റോളുകൾ അഭിനയിക്കുന്നത് ആ വേഷത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരതാണോ? ഒരു ആണ് തന്നെ നോക്കൂ നിങ്ങൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ജോലി സ്ഥലത്ത് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യയുടെ മുന്നിലോ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭാര്യ സല്യൂട്ട് അടിക്കുമോ? ഇല്ല. ഭാര്യയെ സംബന്ധിച്ചത് തൻ്റെ ഭർത്താവാണ്. മക്കളെ സംബന്ധിച്ചോ അച്ഛനോ, അല്ലെങ്കിൽ അച്ഛനായിട്ട് കാണും, അച്ഛൻ എന്ന് വിചാരിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ സംബന്ധിച്ച് ബ്രദറാണ്, അല്ലേ? റിലേഷൻഷിപ്പൊക്കെ ഇങ്ങനെ ഒരാളെ തന്നെ പലരും പല രീതിയിൽ കാണുന്ന പോലെ നമ്മൾ വ്യവഹാരത്തിൽ നമുക്ക് പല വേഷങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ വേഷങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ബ്രാഹ്മണനോ ക്ഷത്രിയനോ എന്തോ ആരെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ ആരാണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ തത്വമസി, ഞാൻ ആ അനന്തബോധത്തിൻ്റെ ഒരംശമാണ്. ഞാൻ അവസാനം ആ അനന്തബോധമായി മാറേണ്ട ഒരാൾ. ഇതല്ലേ സത്യം? ഇതാണോ സത്യം? ഇതിലേക്കല്ലേ നമ്മൾ ഉയരേണ്ടത്? ഇതല്ലേ ഹിന്ദുവിനെ ഉണർത്തേണ്ടത്? എന്നിട്ട് പറഞ്ഞ് തെറ്റി കലഹിപ്പിച്ച് എന്തൊരു ക്ഷുദ്ര ജീവികളാണ് നോക്കൂ നമ്മുടെ ചുറ്റുമുള്ളത്. അതൊന്നൊക്കെ ഒന്ന് പുറത്ത് കിടക്കണ്ടേ? നമ്മൾ ഇത് പ്രചരിപ്പിച്ചെടുക്കണം. കാരണം കുറേ ആളുകൾക്ക്, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയണത്, ഞാൻ ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴല്ലോ
പാവം ബ്ലൈൻഡ് പൊളിറ്റിക്സിലേക്ക് അവരെ മനസ്സ് കൊണ്ടുപോയി എല്ലാം കേടുവരുത്തിയിരിക്കുന്ന പാവം ഹിന്ദുവിൻ്റെ മനസ്സാണ്. അപ്പം അവരെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഇത്രയും കാലം നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ജാതിയുണ്ട് 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 എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അവരെ ക്രമേണ ഈ ഒരു റൂട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പം ഇത് പ്രചാരമാണ്. നമ്മൾ അറിവുണ്ടാവണം. അറിവിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചെടുത്ത് ഈ തെറ്റിദ്ധാരണകളൊക്കെ ക്രമേണ മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കണ്ടു, നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മകൻ സനാതന ധർമ്മത്തേക്ക് വളരെ മോശമായിട്ടൊക്കെ അവഹേളിക്കുന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പ്രസംഗങ്ങളൊക്കെ അടിച്ചത് ഉണ്ടോ? അതൊക്കെ ഈ ബ്രാഹ്മണ മേധാവിത്വമാണ് ഇതിൻ്റെ പിന്നിലുള്ളതൊക്കെയുള്ള വലിയ തെറ്റായിട്ടുള്ള ചിന്തകളാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ കൃതികളൊക്കെ എഴുതിയിരിക്കുന്ന ആളുകളൊക്കെ വ്യാസഭഗവാൻ എടുത്തു നോക്കിയാൽ, വാത്മീകി മഹർഷി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അനവധി 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 മഹാന്മാരെന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും ഈവൻ അവതാര പുരുഷന്മാരായ കൃഷ്ണൻ ബ്രാഹ്മണനാണോ? അവതാര പുരുഷനായ രാമൻ ബ്രാഹ്മണനാണോ? ആണോ? ഇവരാരും ബ്രാഹ്മണനായിട്ട് ജനിച്ചവരല്ല. ഇവരൊക്കെ ഇവിടെ പല വർണ്ണങ്ങളിലോ ജാതികളിലൊക്കെ ജനിച്ച്, പക്ഷെ അവരൊക്കെ ബ്രാഹ്മണ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ മനുഷ്യന് ഇനിയും വികസിക്കാൻ സാധിക്കും. പരിണാമമുണ്ട്, ആ ഉയർച്ചയുണ്ട്. അതിലേക്ക് ഉയരാനല്ലേ നമ്മളെ പരിശീലിപ്പിക്കേണ്ടത്? ആണോ? നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉയരണം. നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. ഇത് വല്ലതും പറഞ്ഞു കൊടുക്കണ്ടോ? അത് പറഞ്ഞും കൊടുക്കുന്നില്ല. ഇതിനൊക്കെ അവഹേളിക്കും. നിൽക്കട്ടെ. അപ്പം ഞാനിതൊക്കെ പറഞ്ഞത് കാരണം ഇതെല്ലാം തെറ്റായ ഒരു പ്രചരണം നമ്മുടെ ചുറ്റുപാടുള്ളതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ഈ ഒരു ഭാഗവും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഉപസംഹരിപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അതോ വർണ്ണാശ്ച ചത്വാര. വളരെ മനസ്സിലാവും നമുക്ക്. വർണ്ണം ചത്വാര. ചത്വാരം എന്ന് പറഞ്ഞാൽ 4 ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ 4. അതിൽ പൊതുവേ ഉള്ള ജനങ്ങളുടെ ഒരറിവ് ബ്രാഹ്മണ ഉത്തമ. ആരാണ്? ബ്രാഹ്മണർ ഉത്തരമാണ്. എന്നാൽ അവിടം കൊണ്ടല്ല നിങ്ങൾ തീർക്കേണ്ടത്. അടുത്തത് പറയാണ് ബ്രാഹ്മണേഷു അഭി. ബ്രാഹ്മണരിലും സർവശ്രേഷ്ഠരാരാണ്? അടുത്ത വരി പറയാണ് വേദജ്ഞ. ആരാണ്? ഇപ്പം കേവലം ഒരു ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠൻ വേദജ്ഞനാണ്. എന്ന് വെച്ചാൽ വേദം അറിയുന്നവനാണ്. വേദത്തെ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ഇനി അറിയുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് ഹി അർത്ഥജ്ഞോ അഭ്യധിക ശ്രേഷ്ഠ. വേദത്തിൻ്റെ അർത്ഥമറിയുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠനാണ്. ഇനി ഒരു പടിയും കൂടെ കടന്നിട്ട് പറയണം അർത്ഥജ്ഞാൽ സംശയശ്ചേത്ത. അർത്ഥമറിയുന്നവരേക്കാൾ ശ്രേഷ്ഠമാണ് ഇതിൻ്റെ ഈ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അറിയുന്ന, അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ശാസ്ത്രീയമായിട്ടല്ല, അത് വെറുതെ ഉത്തരം പറയില്ല, ശാസ്ത്രീയമായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ. അപ്പം നോക്കൂ, ഇപ്പോൾ ബ്രാഹ്മണനേക്കാൾ മുകളിൽ ആരായി? വേദജ്ഞനായി. വേദജ്ഞനേക്കാൾ മുകളിൽ അർത്ഥജ്ഞനായി. അർത്ഥജ്ഞനേക്കാൾ മുകളിൽ സംശയം ഇല്ലാതാക്കുന്നവനായി. അവരേക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥജ്ഞാൽ സംശയിച്ചത. അതിനേക്കാൾ ശ്രേഷ്ഠനാണ് ശ്രേയാൻ സ്വകർമ്മകൃത്. സ്വകർമ്മങ്ങളെ ആരാണോ, സ്വന്തം പ്രവൃത്തികളെ അതിനെ ശ്രേയസ്കരമാക്കി മാറ്റുന്നു വെച്ചാൽ അവനവൻ്റെ മനസ്സിനെ ശ്രേയസ്കരം, പ്രേയസ്സിന് വേണ്ടിയിട്ടല്ല, തൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ജീവിതത്തെ കൃത്യനിഷ്ഠയോടെ കൊണ്ടു നടക്കുന്നവൻ, അവൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ്. ഇനി പറയൂ, ഏത് ജാതീയതയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്?